ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു സിനിമ കഥയാദ്യം വന്നു, കഥയായി ഇതായി അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് തരനും ഗോകുലും നമ്മുടെ സുനിലും ഒക്കെ നമ്മുടെ കാറിനെ കുറിച്ച് നമുക്ക് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാറ് എന്ന് പറയുന്നത് മാർക്ക് 1 എന്ന് പറഞ്ഞ കാറിന് ഭയങ്കര ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാറാണ് ഈ മാർക്ക് 1. അപ്പോൾ ആ മാർക്ക് 1 എന്ന് പറഞ്ഞ കാറിലേക്ക് എത്തി. മാർക്ക് 1 എന്ന് പറഞ്ഞ സമയം കാർ എടുക്കാൻ സമയത്ത് നമ്മൾ പിന്നീട് നമ്മൾ ആലോചിച്ചെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിൻ്റെ ആർട്ട് ഡയറക്ടറെ പോലെ ഒരാൾ ഗോകുൽ എന്നൊക്കെ പറഞ്ഞ വളരെ പെർഫെക്ഷൻ നോക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ വേറൊരു സജഷൻ എൻ്റെ ഭാഗത്തു നിന്നാണ്ടേ, കാരണം നമ്മൾ വാങ്ങുമ്പോൾ 2 കാർ വാങ്ങണം. കാരണം വെച്ചാൽ ഇത് വലിയൊരു സിനിമയാണ്. ഈ സിനിമയുടെ പല ഘട്ടത്തിലും ഇത് പോകാൻ പറ്റാത്ത വഴികളിലൂടെ അല്ലാത്ത വഴികളിലൂടെ ഒക്കെ പോകുന്നതുകൊണ്ട് ഇത് അങ്ങനെ 2 കാർ എടുത്താലും. അപ്പോൾ പറഞ്ഞു ചേട്ടാ ഇത് 2 കാറെന്ന് പറയുമ്പോൾ 2 ഒരുപോലെ ഇരിക്കണം, 2ൻ്റെ മിറർ ഒരുപോലെ ആയിരിക്കണം, 2ൻ്റെ എല്ലാം ഒന്നും മാറ്റം ഉണ്ടാകാൻ പാടില്ല. എന്ന് വെച്ചാൽ എപ്പോൾ കണ്ടാലും ഒരുപോലെ ഇരിക്കണം. അങ്ങനെ ഇതിൻ്റെ അപ്പോൾസറി കാര്യങ്ങൾ, ഈ ബാക്കിയുള്ള സ്റ്റിയറിങ്, ഇതിനകത്ത് വെച്ചിരിക്കുന്ന നോക്കിയാലും ഗണപതി, എല്ലാ കാര്യങ്ങളും ഒരേപോലെ ഇരിക്കണം. അങ്ങനെ എല്ലാം ഒരേപോലെ ആക്കാന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ പറയുന്ന ഇത്തരം കാര്യങ്ങൾ പോലും ഇത് കിട്ടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ ഇത് മുഴുവൻ കളക്ട് ചെയ്ത് അതിന് നടന്നവരാണ് ഇവർ 2 പേരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേരുടെ ഒരു പ്രയത്നത്തിൽ കൂടെയാണ് നമ്മൾ ഈ കാറ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കാറെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. എപ്പോഴായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ വർഷം അട്രാക്ട് ചെയ്തിട്ടുള്ള വാഹനങ്ങളാണിത്. ഇതിലൊന്ന് അങ്കമാലിയിൽ നിന്ന്, ഒന്ന് കോട്ടയത്തു നിന്നുമാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2ഉം വാങ്ങി 2ഉം ഒരു വർഷത്തിൽ കൊണ്ടുപോയി അത് അവരെ കൊണ്ട് ഇത് മാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരുന്നു. അതും ഇപ്പോഴും എൻ്റെ ഓർമ്മയുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ ഈ 2 കാറും വന്ന് കിടന്നിട്ട് 2ലും ഒരേ നമ്പർ വെച്ചിട്ട്, എന്നുവെച്ചാൽ നമ്മുടെ സിനിമയിൽ അങ്ങനെ പറ്റുള്ളൂ, 2 നമ്പർ വെച്ചിട്ടിട്ട് ഇതിൽ ഏത് കാറാണ് എന്താണെന്ന് ആർക്കും അറിയാൻ മേലാത്തൊരവസ്ഥയുണ്ട്. എപ്പോൾ കണ്ടാലും ഇത് മറ്റേ ഒരു അത്ഭുതമാണ്. കാറിൽ ഒരാൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും, കുറേ ആൾ വന്ന് അവിടെ നാട്ടുകാർ നോക്കും, അതേ കാർ വേറെ സ്ഥലത്ത് കിടക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരു വാഹനം ആണിത്. ഇതാണ് ഈ കാറിൻ്റെ ചരിത്രം. തുടരൂല മെയിൻ വണ്ടിയാണിത്. നമ്മളിത് 2 ഒരുപോലെ പ്രൊഡ്യൂസർ രഞ്ജി സാറ് പറഞ്ഞ പോലെ ഒരുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ തൊടുപുഴ ഒരു വർക്ക്ഷോപ്പിലാണ് ഇത് മെയിനായിട്ട് ചെയ്തത്. കാരണം ഈ വണ്ടികളെല്ലാം പഴയത് ഓരോന്ന് ആക്രിക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിതിനെ റീഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുവന്നെ പുതിയ മോഡലാക്കി ഇങ്ങനെ എല്ലാ പ്ലേറ്റിങ്ങും പെയിൻറ്റിങ്ങും എല്ലാം ഒക്കെ ചെയ്ത്. സാധാരണ ഇതിലൊക്കെ പ്ലാറ്റ്ഫോം ഗിയറാണ് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം മാറ്റി ഹാൻഡ് ഗിയറാണ്. ഹാൻഡ് ഗിയറൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ആക്രിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അവിടെ നിന്ന് എടുത്താണ് ഇതിനെ തിരിച്ച് ഇപ്പോൾ ഇതിലോട്ട് ആടിയത്. നമ്മൾ പല പാർട്സുകൾക്കും വേണ്ടി നമ്മൾ കോയമ്പത്തൂരും ഇവിടെ എറണാകുളവും സ്ഥലങ്ങളൊന്നുമില്ല. കോയമ്പത്തൂർ പോയി ഒരു വണ്ടി മൊത്തത്തോടെ വിലക്കെടുത്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഗിയർ ബോക്സ് മാത്രം പൊളിച്ചുകൊണ്ട് വന്നത്. അവിടെ ഏകദേശം ഒരു വണ്ടിയുടെ വില കൊടുത്താണ് ഇതിന്റെ ഗിയർ ബോക്സ് മാത്രം നമ്മൾ കൊണ്ടുവന്നത് ഇവിടെ. എന്നിട്ട് പോലും അത് റെഡിയാവാതെ പറഞ്ഞ് അതിന്റെ ഒരു പ്ലാൻസിന് വേണ്ടി വീണ്ടും തിരിച്ച് കോയമ്പത്തൂർ വണ്ടി വിളിച്ച് അവിടെ വരെ പോയി വീട്ടിൽ സ്ഥാനം എടുത്തു. അതിന് മാത്രമുള്ള എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്നോവ എടുക്കുന്ന പൈസ ഇപ്പൊ 2 വണ്ടിക്കും കൂടെ ആയി നമുക്ക് ഇവിടെ റെഡിയാക്കി എടുത്തപ്പോൾ. എന്നാലും ഇപ്പോഴത്തെ നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഇത്രയും പഴയ വണ്ടിയായിട്ടും ഒരു വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നപ്പോൾ ഷൂട്ട് മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഒരു വണ്ടിയും കൂടെ 2 വണ്ടി വില കൊടുത്തെടുത്തത് പോലും. അതായത് ഷൂട്ടിംഗ് സമയത്ത് എന്തെങ്കിലും ഒരു വണ്ടിക്ക് സംഭവിച്ചാലും പകരം തൊട്ടടുത്ത വണ്ടി പെട്ടെന്ന് എടുത്ത് ചെയ്യണം. കാരണം ലാൽ സാറൊക്കെ ഒരു ദിവസം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 വണ്ടിയായിട്ട് എടുത്തത്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത വണ്ടി ഇതിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു സീക്വൻസ് ഉണ്ട്. അത് കുറേ ദിവസം ആ സ്റ്റേഷനിൽ തന്നെ ഇട്ടേക്കുന്ന പോർഷനാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പുറത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു വണ്ടിയെ എടുക്കാൻ പറ്റും. കാരണം ആ വണ്ടി എടുത്തുകൊണ്ടൊന്ന് പെട്ടെന്ന് റെഡിയാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഗോകുലേട്ടൻ്റെ കൂടെ ഇത് ആദ്യമേ പറഞ്ഞപ്പോൾ അവർ അങ്ങനെ ചെയ്യാന്നുള്ള ഇതിലാണ് 2 വണ്ടി നമ്മൾ സജഷൻ ചെയ്തത്. അവരുടെയൊക്കെ ഒരു ഇൻവോൾവ് ഇതിൽ നല്ല ഇതാണ്. കാരണം കുറേയൊക്കെ മാച്ചാക്കിയൊക്കെ എടുത്തതിൻ്റെ കുറേ ഉത്തരവാദിത്വം അവർക്കും ഉണ്ട് ഇതിൽ.